ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ത് എന്ന ചോദ്യത്തിന് അത് ആദ്യത്തെ ഉത്തരം ഭീകരവാദം എന്നതായിരിക്കും. സുഡാനിൽ, ഗസയിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ, ലോകത്ത് എല്ലായിടത്തും തീവ്രവാദികൾ അരങ്ങുപാഴുകയാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാം. ലോകത്തിലെ തീർത്തും ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നായ പശ്ചിമ ആഫ്രിക്കയിലെ സമുദ്രാതിർത്തിയില്ലാത്ത രാജ്യമായ മാലിയിലും ഈ ജിഹാദികൾ പിടിമുറുക്കുകയാണ്. അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട സംഘടനയായ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൽ മുസ്ലിം ഇതുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷത്തെ തുടർന്ന് മാലി കടുത്ത സുരക്ഷാ മാനുഷിക പ്രതിസന്ധി നേരിടുകയാണ്. 2020-ലും 2021-ലും തുടർച്ചയായ അട്ടിമറികൾക്ക് ശേഷം സൈനിക ഭരണകൂടം ഭരിക്കുന്ന രാജ്യം റഷ്യൻ സൈനിക പരിശീലകരുടെ, മുമ്പ് അവർ വാഗ്നർ ഗ്രൂപ്പ് ആയിരുന്നു, ഇപ്പോൾ ആഫ്രിക്ക കോപ്സ് ആണ്. ഇതിന്റെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും ഈ സായുധ ഗ്രൂപ്പുകൾ, അതായത് അൽ ഖ്വയ്ദ തീവ്രവാദികൾ നേരിടാൻ പാടുപെടുകയാണ്. മാലി സൈന്യത്തെ സഹായിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു സ്ത്രീയെ കലാപകാരികൾ പരസ്യമായി വധിച്ചത്. വടക്കൻ ടിംബക്ടു മേഖലയിലെ ഡോക്ക സ്വദേശിയായ മറിയം സിസെ എന്ന ടിക്ടോക്കറാണ് കൊല്ലപ്പെട്ടത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ 2 മാസമായി തുടരുന്ന ഇന്ധന ഉപരോധമാണ് നിലവിലെ ഏറ്റവും പ്രധാന പ്രശ്നം. അവിടുത്തെ ജനജീവിതം തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ധനക്ഷാമം വരുന്നത്? തലസ്ഥാന നഗരമായ ബമാക്കോയിലെ നിരത്തുകളിലും വാഹനങ്ങളൊന്നും തന്നെ കാണാൻ ഇപ്പോൾ കഴിയുന്നില്ല. റോഡുകളിൽ പലയിടങ്ങളിലും ആളുകൾ അവരുടെ മോട്ടോർ സൈക്കിളുകൾ മറിച്ചിട്ടിരിക്കുന്നത് കാണാം. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ജിഹാദിസ്റ്റ് സായുധ സംഘമായ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാം വാൽ മുസ്ലിമീൻ ആണ് മാലിയിലേക്ക് ഇന്ധനം കൊണ്ടുവരുന്ന ടാങ്കറുകളെ ആക്രമിക്കുന്നത്. വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ സംഘർഷം കാരണം, അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം ഇത് വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജെഎൻഐഎമ്മിന്റെ പ്രവർത്തകർ, അതായത് തീവ്രവാദികൾ, ഡ്രൈവർമാരെ തട്ടിക്കൊണ്ടു പോവുകയും ബമാക്കോയിലേക്ക് പോകുന്ന 100-ലധികം വരുന്ന ഇന്ധന ട്രക്കുകൾ കത്തിക്കുകയും ചെയ്തു. മാലിയിലെ ജനങ്ങൾ പട്ടിണി കടന്നും ഇന്ധനക്ഷാമം കാരണവും അവരുടെ ജീവിതം നശിക്കണമെന്നാണ് ഈ തീവ്രവാദികൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇതോടെ ദശലക്ഷക്കണക്കിന് മാലി നിവാസികളുടെ ദൈനംദിന ജീവിതം താറുമാറായിരിക്കുകയാണ്. സ്കൂളുകളും സർവകലാശാലകളും അടച്ചുപൂട്ടേണ്ടി വരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ്. ആശുപത്രികളിൽ പലതിലും വൈദ്യുതി മുടക്കമുണ്ട്. മാലിക്ക് പുറത്തും ഇന്ധനക്ഷാമം ആശങ്ക സൃഷ്ടിക്കുകയാണ്. അമേരിക്കക്കാർ മാലിയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഭരണകൂടം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഫ്രാൻസും അവരുടെ പൗരന്മാരോട് എത്രയും വേഗം മാലി വിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് അടിയന്തരമായി മാലിയിലേക്ക് സുഡാൻ, നമുക്കറിയാം, സുഡാനിൽ കഴിഞ്ഞ കുറേയധികം നാളുകളായി നടക്കുന്ന അതിഭീകരമായ ക്രൂരത, കൂട്ടക്കൊലകൾ, അതുപോലെ തന്നെ മാലിയിലും പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ്. പെട്രോൾ പമ്പുകൾക്ക് പുറത്ത് കെട്ടിക്കിടക്കുന്ന നീണ്ട ക്യൂവിന്റെ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണം. 3-4 ദിവസങ്ങളായി പലരും പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ കാത്തുകെട്ടി കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ഇത്തിരി ഇന്ധനം വേണം. എല്ലാവരുടെയും ജോലിയും ഈ പ്രശ്നം ഗുരുതരമായി ബാധിച്ചു. അതായത് അടിമുടി സാധാരണക്കാരന്റെ ജീവിതം നശിച്ചിരിക്കുകയാണ് അവിടെ. മാലിയുടെ സൈനിക നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പല ഡ്രൈവർമാരും പെട്രോൾ പമ്പുകളിലാണ് ഉറങ്ങുന്നത്. തലസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ഗതാഗത നിരക്കുകൾ 3 ഇരട്ടി വർദ്ധിച്ചു. ചില യാത്രക്കാർ ബസ് പൂർണ്ണമായി ഉപേക്ഷിച്ച് ജോലി സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. എന്ത് സംഭവിക്കും ഇന്ധനമില്ലാതെ വരുമ്പോൾ? ഭക്ഷണവില വർദ്ധിക്കുന്നു. 3 ഇരട്ടിയാണ് ഇപ്പോൾ അവിടുത്തെ ഭക്ഷണവില. കൂടാതെ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ വലിയ തോതിൽ വില കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായി ഈ തീവ്രവാദികൾ പ്രദേശത്ത് ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മാലി കരയാൽ ചുറ്റപ്പെട്ടതിനാൽ സെനഗൽ, ഐവറി കോസ്റ്റ് പോലുള്ള അയൽരാജ്യങ്ങളിൽ നിന്നും ഇന്ധനം റോഡ് മാർഗം കൊണ്ടുവരാം. പക്ഷേ ഈ തീവ്രവാദികൾ, അല്ലെങ്കിൽ അതിന്റെ അണികൾ, മാലിയെ പടിഞ്ഞാറും തെക്കും അയൽക്കാരുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേകൾ ലക്ഷ്യമിടുന്നു. ഇന്ധനക്ഷാമം ആശുപത്രികളെ വലിയ തോതിൽ ബാധിച്ചു കഴിഞ്ഞു. ഡീസൽ ക്ഷാമം മൂലം പല ആരോഗ്യ കേന്ദ്രങ്ങളും ജനറേറ്ററുകൾ ദീർഘനേരം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. അതിർത്തിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് ഇന്ധന വാഹന വ്യൂഹങ്ങൾ സൈനികരുടെ സംരക്ഷണയിൽ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടും പല ടാങ്കറുകളും ആക്രമിക്കപ്പെടുകയാണ്. ടാങ്കറുകളാണ്, ഇന്ധനമാണ് ഇതിലുള്ളത്. അത് പൊട്ടിത്തെറിക്കും ആക്രമിക്കപ്പെട്ട. റഷ്യയുമായി മാലി സർക്കാർ അടിയന്തര ഇന്ധന വിതരണ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഈ തീവ്രവാദികളെ നിയന്ത്രിക്കാതെ, ഈ ജിഹാദിനെ തടുക്കാതെ എന്ത് പരിഹാരമാർഗമാണ് ശാശ്വതമായി ഉണ്ടാക്കാൻ സാധിക്കുക? അതുകൊണ്ട് ആഗോള ജിഹാദിന്റെ പല രൂപങ്ങൾ ഈ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിലുണ്ട്. ദരിദ്ര രാഷ്ട്രമായ മാലിയിൽ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാഴ്ചയാണുള്ളത്. എന്തായാലും ഈ ലോകക്രമത്തിൽ ഈ ആഗോള ജിഹാദിനെ തടുക്കേണ്ടത് ഈ ലോകത്തിന്റെ ഇന്നിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുക്കം മാലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.